ബിൽ ഗേറ്റ്സ് ലോകത്തെ ഒന്നാമത്തെ കോടീശ്വരനായിരിക്കുന്ന അവസരത്തിൽ ബിൽ ഗേറ്റ്സിനോട് അമേരിക്കയിലെ പത്രപ്രവർത്തകർ ചോദിച്ചു, അങ്ങയുടെ ഈ റിച്ചസ് എല്ലാം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് മുഴുവനും ബിൽ ഗേറ്റ്സ് മെലിൻഡ ഫൗണ്ടേഷൻ വഴിയായിട്ട് പാവപ്പെട്ടവർക്ക്, അതായത് ലോകത്തെ എല്ലായിടത്തുമുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി നൽകുകയാണ്, അവരുടെ ക്ഷേമത്തിന് വേണ്ടി നൽകുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, വാട്ട് അബൌട്ട് യുവർ ചിൽഡ്രൻ, താങ്കളുടെ മക്കൾക്ക് കൊടുക്കുന്നില്ലേ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കൾക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, നല്ല ജോലിയിലാണ് അവരിയ്ക്കുന്നത്, അവർ വളരെ സുഖമായി ജീവിക്കാനുള്ള തരത്തില് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് നമ്മുടെ എല്ലാവരുടെയും കണ്ണ്, അതായത് ലോകത്തിലുള്ള എല്ലാ സമ്പന്നരുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ് ഈ ദിവസം. ഈ പട്ടിണി പാവങ്ങളെ ഓർമ്മിക്കുന്ന, പട്ടിണിയെ ഓർമ്മപ്പെടുത്തുന്ന ഈ ദിവസം. കാരണം നമ്മള് വേറെ ഒരുപാട് എനിക്ക് കഥയൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷെ അത് പറയുന്നത് നിങ്ങളുടെ സമയം എടുത്തു പോകുമെന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കഥയിലേക്ക് വരുന്നില്ല. എനിക്ക് ഇനിയും ഇതേപ്പറ്റി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ബിൽ ഗേറ്റ്സിനെ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ബിൽ ഗേറ്റ്സ് പറഞ്ഞത് നമ്മൾ ഓർക്കണം. ബിൽ ഗേറ്റ്സ് പറഞ്ഞതുപോലെ പറയാൻ പറ്റുന്ന അതിസമ്പന്നർ നമുക്കറിയാം. വളരെ പെട്ടെന്ന് തന്നെ വലിയ തോതില് സമ്പത്ത് സമാർജിച്ചവർ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അവരുടെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന വലിയ പതികളായിട്ടുള്ള കോർപ്പറേറ്റുകളുണ്ട്, അല്ലാത്തവരുമുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ബിൽ ഗേറ്റ്സിനെ ഓർക്കുകയാണെങ്കിൽ, ബിൽ ഗേറ്റ്സ് ചെയ്തത് പിന്തുടരുകയാണെങ്കിൽ ലോകത്തെ പട്ടിണി എത്ര വേഗം നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയും എന്നറിയാമോ? അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയാറുണ്ട്, ഇന്ത്യയെ ഒരു 5 ട്രില്യൺ ഇക്കോണമി ആയിട്ട് 2030 ആകുമ്പോഴത്തേക്ക് മാറ്റുമെന്നും. അപ്പൊ അത് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഈ 5 ട്രില്യൺ ഇക്കോണമിയിലേക്ക് എത്തിയ? ഇപ്പൊ എത്രയാണ് ഇന്ത്യയുടെ GDP എന്നറിയാമോ? 3.71 ട്രില്യൺ ആണ്. ഈ 3.71 ട്രില്യൺ ഡോളറാണ് അദ്ദേഹം പറയുന്ന 5 ട്രില്യൺ ഡോളർ ഇക്കോണമി എന്ന് പറയുമ്പോൾ എത്ര ഡോളറാണ് നമ്മുടെ പെർ ക്യാപിറ്റ ആളോഹരി വരുമാനം ഒരു വർഷത്തെ? $1230 മാത്രമാണ് ഒരു വർഷത്തെ ആളോഹരി വരുമാനം. ഒരു മാസത്തെ അല്ല, ഒരു ദിവസത്തെ അല്ല. കേരളത്തിലെ കൂലി കൊടുക്കുന്നത് ഓർത്തിട്ട് 1400 രൂപ ഒരു ദിവസം കൂലി കൊടുക്കുന്നത് ഓർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒരു ദിവസത്തെ ആളോഹരി വരുമാനം അല്ല. ഒരു വർഷത്തെ ഇന്ത്യക്കാരന്റെ ആളോഹരി വരുമാനമാണ് 1230-40 എങ്ങാണ്ട് രൂപ. കണക്ക് കൂട്ടിയെടുത്ത് നോക്കിയാൽ മതി, അത്രയുമേ. അതുകൊണ്ട് എങ്ങനെ ഇവിടെ പട്ടിണി ഇല്ലാതെ ജീവിക്കാനിരിക്കും? അതുകൊണ്ട് പോലും പട്ടിണി ഇല്ലാതെ ജീവിക്കാനിരിക്കും. അത് ഇന്ത്യയിലെ ഈ എല്ലാവർക്കും ഒരുപോലെ ഇക്വിറ്റബിൾ ആയിട്ടാണ് ഇവിടുത്തെ ധനം കൊടുത്തിരിക്കുന്നത്, അതായത് വീതിച്ചു കൊടുക്കുന്നത്. അങ്ങനെയല്ലല്ലോ. നമ്മൾ അദാനിയുടെ ഓർക്കുക, അംബാനിയുടെ ഓർക്കുക, അതുപോലെ ടാറ്റയുടെ ഓർക്കുക. അങ്ങനെയുള്ള വലിയ വലിയ ലക്ഷക്കണക്കിന് കോടികൾ സമ്പത്തുള്ളവരുടെ ഓർക്കുക. അതേ സമയത്ത് താഴെയുള്ള ദരിദ്രൻ, നമ്മുടെ കൊല്ലപ്പെട്ട മധുവും ഭക്ഷണത്തിന് വേണ്ടി ഇത്തിരി അരി മോഷ്ടിച്ചതിന് കൊല്ലപ്പെട്ട മധുവിന്റെ കയ്യിലുള്ള സ്വത്ത് ഓർക്കുക. അങ്ങനെ വലിയ അന്തരമുണ്ട്. അപ്പൊ ഈ അന്തരങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, നിങ്ങൾ അദ്ദേഹത്തെ അറിയും, അമർത്യാസെനാണ് 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത്. ഇതാണ് അദ്ദേഹത്തിന്റെ ആ ബുക്ക്. എന്താണെന്ന് നോക്കൂ. ആ ബുക്കിന്റെ പേര് ഡെവലപ്മെന്റ് ഈസ് ഫ്രീഡം, വികസനമാണ് സ്വാതന്ത്ര്യം. ഇതാണ് അദ്ദേഹത്തിന്റെ മോണിമെന്റൽ ബുക്ക്. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് നേടിക്കൊടുത്ത മോണിമെന്റൽ ബുക്കാണ് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, അഥവാ വികസനമാണ് സ്വാതന്ത്ര്യം എന്നുള്ള പുസ്തകം. ഇതിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? വികസനം ഉണ്ടായാൽ മാത്രം പോരാ, അതായത് GDP വളർന്നാൽ മാത്രം പോരാ. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ GDP ഒരുപക്ഷെ 5 ട്രില്യൺ ഡോളറായി വളർന്നേക്കാം, 10 ട്രില്യൺ ഡോളറായും അത് വളർന്നേക്കാം. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണ്? 144 കോടി 17 ലക്ഷം. ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം. ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് ആ GDP തുല്യമായി വീതിച്ചു കൊടുക്കാൻ പറ്റുമോ? തുല്യമായി വീതിച്ചു കൊടുക്കണ്ട. വലിയ അന്തരമില്ലാതെ, ആർക്കും പട്ടിണിയില്ലാതെ ജീവിക്കാൻ തക്ക രീതിയിലെങ്കിലും വീതിച്ചു കൊടുക്കാൻ പറ്റുമോ?
അതിനു പോലും പറ്റാത്ത തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ഇന്ത്യയിൽ നടക്കുന്നത്. പട്ടിണി ഇല്ലാതെയാക്കാം. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം, റേഷനിങ് 1966 കൊണ്ടുവന്നതാണ്. 1965, 66, 66, 67 വർഷങ്ങൾ പട്ടിണി വർഷങ്ങളായിരുന്നു ഇന്ത്യയില്. വലിയ ഭക്ഷ്യധാന്യ നഷ്ടം, വലിയ വരൾച്ച, അതിന്റെ ശേഷം ഭക്ഷ്യധാന്യം ഇല്ലാതിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റേഷനിങ് സമ്പ്രദായം കൊണ്ടുവന്നത്. അമേരിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അതായത് മെയ്സ്, അതുപോലെ തന്നെ ഗോതമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റേഷൻ കട, ചെറുപയർ, ഇത്തരം സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാൻ വേണ്ടിയാണ് അന്ന് നമ്മൾ റേഷനിങ് സമ്പ്രദായം ഇന്ത്യയിൽ തുടങ്ങുന്നത്. ആ റേഷനിങ് സമ്പ്രദായം നന്നായി നടന്നാൽ തന്നെ, അതായത് ഇപ്പൊ നമുക്ക് 2013 ഭക്ഷ്യസുരക്ഷാ ആക്ടും ഒക്കെ ഉണ്ട്. ആ ആക്ട് അനുസരിച്ച് ആവശ്യപ്പെടുന്ന ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും എഡിബിൾ ഓയിലും പഞ്ചസാരയും ഒക്കെ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഈ റേഷൻ ഷോപ്പുകൾ വഴി കൃത്യമായിട്ട് ജനങ്ങളില്, പാവപ്പെട്ടവരിൽ എത്തിക്കാൻ പറ്റിയാൽ ഇന്ത്യയിൽ പട്ടിണി ഉണ്ടാവുകയില്ല. ഇന്ത്യയിൽ പട്ടിണിയോ പോഷകാഹാര ദാരിദ്ര്യമോ ഉണ്ടാവുകയില്ല. കാരണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ അറിയുക, 5 തരം പയറുവർഗ്ഗങ്ങൾ, എഡിബിൾ ഓയിൽ, പഞ്ചസാര, അതുപോലെ തന്നെ ധാന്യം, ഭക്ഷ്യധാന്യം, ഇത്രയും സാധനമാണ് ഭക്ഷ്യസുരക്ഷാ ആക്ട് ഉറപ്പ് നൽകുന്നത്. 68% ജനങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ കൊടുത്തിരിക്കണമെന്നാണ് ആവശ്യം വന്നാൽ. അപ്പം തീർച്ചയായിട്ടും ഇവിടെ പോഷക ദാരിദ്ര്യം ഇല്ലാത്ത ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കാൻ കഴിയും. പക്ഷെ അതിന് നമ്മുടെ ഭരണാധികാരികൾ ശ്രമിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഹങ്കർ ഇൻഡെക്സ് നമ്മൾ 42 നിന്ന് 111 മൂക്കുകുത്തി വീണത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഡേ നമ്മൾ നോക്കുമ്പോൾ, ഒബ്സർവ് ചെയ്യുമ്പോൾ, ചങ്കിടിപ്പോടെ നാം കാണേണ്ടത് ഇവിടുത്തെ ഈ ധനത്തിന്റെ കേന്ദ്രീകൃതമാണ്. അതായത് കുറച്ചു പേരുടെ കയ്യിലേക്ക് പോവുകയാണ് ഇന്ത്യയുടെ വികസനത്തിന്റെ വാല്യൂ മുഴുവനും. അത് എല്ലാവരിലേക്കും എത്തുന്നില്ല. അതെല്ലാവരിലേക്കും എത്തണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇവിടെ തൊഴിൽ ഉണ്ടാകണം, സൃഷ്ടിക്കപ്പെടണം. ഇവിടെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല.